പിൻവളി നായക. ഇത് ഇന്ത്യൻ താത്തയല്ലേ? പടം മാറിപ്പോയാന്നായിരിക്കും നിങ്ങൾക്ക് സംശയം. എടീ, 2 താത്തമാരും വേറല്ല. അതിലുള്ള ഊക്കുവണ്ടി താത്ത തന്നെയാണ് ഇതിലും ഉള്ള ഊക്ക് താത്ത. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പിൻവളി നായകൻ പറമ്പിൽ മുക്കി വിളക്കിറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കുറേ പേര് കൊല്ലാൻ വരുന്നത് കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ഫ്ലാഷ് ബാക്കിൽ ഒരു എൻകൗണ്ടറിനിടയിൽ പിൻവളിയുടെ ചേട്ടനായ നാസർ ഒരു പത്രക്കാരനെ എന്തിനോ വേണ്ടി വെടിവെച്ച് കൊല്ലുന്നു. ആ പത്രക്കാരൻ്റെ മോനാണ് നമ്മുടെ ചിലംബരസൻ. പണ്ടേ തന്നെ കൃത്രിമം പിടിച്ചവനായി പിൻവളി ആ പെങ്ങളെയും ആങ്ങളെയും പിരിച്ച് ആ പയലിനെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ചിമ്പു വലുതായി പിൻവളിയുടെ അടിമയായി. പിൻവളി വലിയ ഡോണുമായി അധോലോകം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാസറിന്റെ മോളെ തേച്ച് വഞ്ചിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ചവനെ കൊന്നിട്ട് പിൻവളി ജയിലിലേക്ക് പോകുന്നു. ഇത്രയും വലിയ ഡോണിന് ഒരു കൊലപാതകം ചെയ്തപ്പോൾ തന്നെ എന്തിനിടെ ജയിലിൽ പോകണത്? അപ്പോൾ പിന്നെ എങ്ങനെ ഡോണായത്? എന്തെങ്കിലും ഔട്ട്. ജയിലിൽ പിൻവളിയെ കാണാൻ വേണ്ടി വരികയാണ് ഇന്ദ്രാണി. ഇന്ദ്രാണി പിൻവളിയുടെ ഒരു സെറ്റപ്പാണ്. പണ്ട് ചിമ്പുവിൻ്റെ പെങ്ങളായതുകൊണ്ട് എന്നെ കയ്യിലിരിപ്പ് വെച്ചിട്ട് വല്ല ബാറിലും കാണുമെന്ന് വിചാരിച്ച് ബാർ ഡാൻസർമാർ അന്വേഷിച്ച് പോണ സമയത്ത് നീ വന്ന് ചന്ദ്രയാ? ഞാൻ ചന്ദ്രയല്ല, ഇന്ദ്ര. എന്തിരെങ്കിലും ഇന്ദിര പോവാം. ജയിലിൽ പോവാത്ത അവസരങ്ങളിൽ ഇന്ദ്ര വീഡിയോ എടുത്തും അയച്ചു കൊടുക്കാറുണ്ട്. ഒന്നും വേണ്ട എനിക്ക്, മതിയായി എനിക്ക്. ജയിലിൽ നിന്നിറങ്ങിയ ഊക്ക് താത്ത ഇന്ദ്രാണിയെ കാണാനാണ് പോയത്. അവിടെ പോയി ഒരാഴ്ച സുഖമായി താമസിക്കുകയും ചെയ്തു. മണി സാർ കുറുമ്പിത്രി കൂടുന്നുണ്ട് കേട്ടോ. പാത്രം ഉരുളുത്, ഇടയിടയില പാട്ട് ചത്തം, പാമ്പ് പടയെടുത്ത മാതിരി ഇന്ദ്രനടയിൽ മണിയടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഭാര്യയുടെ അടുത്ത് മണിയടിച്ചുകൊണ്ട് പോവുകയാണ് ഊക്ക് താത്ത. അവിടെ ചെന്നപ്പോ ഭാര്യ അവിധത്തെ കുറിച്ച് ചോദിച്ചപ്പോ വരയ്ക്കാൻ കഴിവുള്ള ഒരാളെയാണ് നമ്മൾ ട്രെയിൻ ചെയ്താൽ അങ്ങോട്ട് പോകുള്ളൂ. വരയ്ക്കാൻ കഴിവില്ലാത്ത ആളിന് ഒത്തിരി നാളത്തെ ട്രെയിനിങ് കൊടുത്താൽ ഒരു ചിത്രകാരിയോ ആക്കാനൊക്കെ. ഈ കുട്ടി അവിടെ നിൽക്കുന്ന ആ ദരിദ്രയായ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ജോലി ചെയ്യിക്കാമെന്ന് ആലോചിക്കുന്ന ആൾ വന്ന് അവരെ വിളിച്ചോണ്ട് പോയെന്ന് വരും. അത് കണ്ടിട്ട് അവരെ നർച്ചർ ചെയ്യുവാണെന്ന് തെറ്റിദ്ധരിച്ചു കളയരുത്. രംഗരായന്റെ മോളുടെ കല്യാണം നടക്കുന്ന സമയത്ത് மங்க என் டைப் இல்ல, அவ என் தங்க. என் டைப்னா இந்திராணி தான். മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. ஆனா ஏன் டைப் அவர்தான். ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് രംഗരായൻ കൊന്നിട്ട് പോയവൻ്റെ ടീം വന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് രംഗരായൻ ഒരു ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ ഒരു വെടിയും വെച്ച് കൊടുക്കുന്നു. എന്നിട്ടും രംഗരായൻ ചത്തില്ല. അപ്പോഴേക്കും ആശുപത്രിയിൽ മൊണ്ണേഷായ പോലീസ് വരുന്നു. ഓർമ്മിച്ച് വെച്ചെല്ലാവരും. ചിമ്പുവിൻ്റെ അടുത്ത് ചിമ്പുവിൻ്റെ അച്ഛനെ കൊന്നത് രംഗരായനാണെന്നും പറഞ്ഞുകൊണ്ട് നാസറും ടീമുകളും കൂടി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു. കൈലാസത്തിലോ മാനസരോവരത്തിലോ എവിടെ ഒരിടത്ത് ടൂർ പോയ രംഗരായനെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് യവന്മാരെല്ലാം കൂടി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നിട്ട് ഒരു കൊക്കേര മണ്ടേന്ന് ചിമ്പു അവനെ തള്ളിയിടുന്നു. അവിടെ നിന്ന് ഇടിച്ചുടിച്ച് താഴെ വീണ് 2 ബുള്ളറ്റ് മാഞ്ചി പിടിച്ചുകൊണ്ട് മഞ്ഞിൽ വീണ രംഗരായൻ രക്ഷിക്കാൻ ഒരു മൂപ്പനെയും കാണാത്തതുകൊണ്ട് മൂപ്പൻ അന്വേഷിച്ച് യാത്രയായി. പ്രകൃതി പോലും വെറുതെ വിട്ടില്ല. ഒരു മഞ്ഞിടിച്ചിൽ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് നേരെ മൂപ്പൻ്റെ താമസിക്കുന്ന താവളത്തിൽ വന്ന് രംഗരായൻ പെടുകയാണ്. ഈ ഗ്യാപ്പിൽ ചിമ്പു വന്ന് ഇന്ദ്രാണിയെ തൂക്കുന്നു. കിളവൻ ചത്തല്ലേ, ഇനിയിപ്പോൾ അവനെങ്കിൽ അവനെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച മാത്രമേ തന്നെ ഇന്ദ്രാണി അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുന്നു. 2 വർഷം കഴിഞ്ഞ് കുംഫൊക്കെ പഠിച്ചിട്ട് ഇന്ത്യൻ താത്തയായിട്ട് തിരിച്ചു വരികയാണ് നമ്മുടെ ഊക്കുവണ്ടി. ഈ 2 വർഷം അത് മനസ്സിൽ വയ്ക്കാതെ അവരെ ഫോം വിളിച്ച് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ ചത്തിട്ടില്ല തിരിച്ചു വരുമെന്ന്. എന്താ കുംഫു പഠിച്ചതെന്ന് കാണിക്കാൻ വേണ്ടി ഇന്ത്യൻ താത്ത പിന്നെ ഈ കുംഫുവിൻ്റെ കോസ്റ്റ്യൂം മാറ്റുന്നില്ല. എന്നിട്ട് തൻ്റെ പ്രതികാരങ്ങൾ ആരംഭിക്കുന്നു. എന്നിട്ട് കുറുവിക്കൊണ്ട് ഭാര്യയുടെ അടുത്ത് പോയപ്പോൾ ഭാര്യ എപ്പടി പോയാലും ഇന്ത ഡയലോഗ് മട്ടും താ, നീ ഇത് ടെംപ്ലേറ്റ് ആക്കി വച്ചിരിക്കുന്നാടി. പെണ്ണും പിള്ള വെട്ടിവിടുമെന്ന് പറഞ്ഞു കേട്ട് അടുത്ത് ഈ അമ്മച്ചി വളയ്ക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ പോണ പുല്ല്. പറഞ്ഞ് നാക്ക് വായിലിടും മുമ്പ് എന്നെ താത്തയെ പോലീസ് പിടിച്ച്. കള്ള കരിനാക്ക് പാണ്ടിക്കരിമ്പാറ കിളവി.
ഞാൻ ഈ പശുവിനെ തീറ്റിക്കണായിരുന്നു. തിരിച്ചു കഴിഞ്ഞാ നമുക്ക് പോവാം. ഇപ്പൊ എന്നാ പഴയ പോലീസ് ബാബുരാജിന്റെ മോനാണ് പുതിയ പോലീസ്. അവന്റെ ഡിവോഴ്സായ ഭാര്യയാണ് ഐശ്വര്യലക്ഷ്മി. உங்களுக்கு என்ன வேணும்? 48 மணி நேரம். 48 மணி நேரம். ഈ ത്രട്ടുള്ള സാഹചര്യത്തിൽ ഒരു സെക്യൂരിറ്റിയെ പോലും വയ്ക്കാതെ പോവുകയാണ് ഡോണായിട്ടുള്ള നാസർ. അപ്പോഴേക്കും താത്ത അയാളെ തൂക്കുന്നു. இந்த பக்கம் இறங்கு. தம்பின்னு கூப்பிடாத, இறங்கடா. உனக்கு பேரு வச்சது அதெல்லாம் தெரியும் எனக்கு. இறங்கடா இந்த பக்கம், இறங்கடா இந்த பக்கம். அதான் உனக்கு பேர் வச்சேன், ரங்கராய சக்திவேல். லாரி விட்டா இப்ப நீ வேணாண்டா, என்ன மாதிரி ஆயிடா. நீ புத்தி வர சொல்றியா? தூக்கம் வராது, குத்தம் மனசை போட்டு கொடையும். 1 2 3 எண்ணிட்டு உன்னை தள்ளி விட்டுறேன். சரின்னு சொல்லுடா, சரி சொல்லுடா. സ്വന്തം സഹോദരനെ കൊല്ലാൻ പറ്റാതെയുള്ള വിഷമം കാണിക്കാനുള്ള കോപ്രായങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ദ്രാണിയെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി താത്ത ഇന്ദ്രാണിയെ ഫോൺ ചെയ്യുന്നു. வர முடியாது. என்ன சொன்ன? நான் எங்கேயும் வரலன்னு சொன்னேன். ഇനിയിപ്പോൾ എന്ത് പിണ്ണാക്കിനടുത്ത് തൂക്കിയിട്ടുകൊണ്ട് നടക്കുന്നത്? കുംഫു താത്തയെ പേടിച്ചുകൊണ്ട് ഈ വണ്ടിയിൽ എയർപോർട്ടിൽ പോയി വേറെ രാജ്യത്തിലേക്ക് രക്ഷപ്പെടാൻ പോവുകയാണ് നമ്മുടെ ചിമ്പു. അപ്പോഴേക്കും വില്ലൻ്റെ പ്രതികാരം. പാവപ്പെട്ട തൃശയെ ബോംബ് വെച്ച് തകർത്തു. ഇയാൾ എവിടെ പോയാലും അവിടെ ദുരന്തമാണ്. വില്ലന്മാർ ചിമ്പുവിനെ അങ്ങ് തൂക്കി. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? நீங்க கேட்ட 48 மணி நேரம் முடிஞ்சது. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. താത്തയെ മയങ്ങി വീഴാനുള്ള ഇഞ്ചക്ഷൻ കുത്തിവെക്കുകയാണ് നമ്മുടെ ഐശ്വര്യലക്ഷ്മി. അപ്പോഴും ആ ഉറക്കത്തിൽ താത്ത തിരിച്ചറിയുന്നു അത് ചിമ്പുവിൻ്റെ പെങ്ങളാണെന്ന്. അപ്പോഴേക്കും കുറേ വില്ലന്മാർ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അകത്ത് കയറുന്നു. ഈ ഉറക്കപ്പിച്ചിലും വില്ലന്മാരെല്ലാം അടിച്ച് ഒതവാതാക്കുന്നുണ്ട് നമ്മുടെ താത്ത. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഈ സമയം തന്നെ തട്ടിക്കൊണ്ടുപോയ വില്ലന്മാരെല്ലാം അടിച്ചു തോപ്പിക്കുകയാണ് നമ്മുടെ ചിമ്പു. താത്ത ചിമ്പുവിനെ വിളിക്കുന്നു. இந்த சொசைட்டியை ஒரு ட்ரக் ஃப்ரீ சொசைட்டியா? സോറി, യൂണിവേഴ്സ് മാറിപ്പോയി. നമ്മൾ വിചാരിക്കും പെങ്ങളെ കിട്ടിയ കാര്യം പറയാനായിരിക്കും. അല്ല, നീ ധൈര്യമുണ്ടെങ്കിൽ വാടാന്നുണ്ട് വെല്ലുവിളിക്കുന്നു. അങ്ങനെ അവൻ അടിച്ചു അതാതാക്കി നെഞ്ചാങ്കൂട്ടിലൊരു കുത്തും വെച്ച് കൊടുത്തതിന് ശേഷം താത്ത പറയുകയാണ് അവൻ്റെ അച്ഛനെ കൊന്നത് ഞാനല്ലെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അപ്പോഴേക്കും പെങ്ങളുട്ടി അവിടെ വരുന്നു. ഡിജിപിയുടെ മകളല്ല, പോലീസ് കമ്മീഷണറുടെ ഭാര്യയല്ല, തെരുവിന്റെ സന്തതിയാണെന്ന് അറിഞ്ഞു കാണുമല്ലോ. പെട്ടെന്ന് പൊട്ടി വീണ വില്ലൻ മരിക്കാത്തവനെന്ന് പേരുള്ള അമരനെ ഒരൊറ്റ വെടിക്ക് തീർക്കുന്നു. എൻ്റെ ഡോൺ സാമ്രാജ്യം കൊണ്ടുണ്ടാക്കിയ വാച്ച് പാട്ടി നാ സത്ത ഒരുമാതിരി മറ്റേടത്തെ പരിപാടി ആയിപ്പോയി. ഞാനാണടാ നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ രക്ഷപ്പെട്ടില്ലേ? ഗുണ്ട ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരുമായിരുന്നല്ലേ? ചാവടാ. ആപ്തോളില്ല പരസ്യം കൊണ്ട് വാങ്ങിച്ചതാ, കുഴപ്പമില്ല. നാസറിൻ്റെ മോൾ ചാവാൻ കാരണം പിൻമളിയാണെന്ന് നാസർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ട സാമ്രാജ്യത്തിലുള്ള എല്ലാവരെയും കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം വെറുതെ കിടന്ന് ദുബായിലോട്ട് പോകാതിരുന്ന തൃഷയെ അവരെ കൂടെ ആ കിളവിയെയും കൂടി കൊലയ്ക്ക് കൊടുത്ത് മര്യാദയ്ക്ക് കിടന്ന് ഐശ്വര്യയെ വിളിച്ച് ഉടപ്പുറം തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം പിൻവളി. കർഷകനല്ലേ മാഡം, ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. പിൻവളി നായക. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.